രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും ഭക്തിസാന്ദ്രമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് കാലത്ത് 7:30 ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നു. 8 മണിക്ക് കല്ലൂർ ജയന്റെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ് നിറപറയുടെയും 5 തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിന്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുല സമർപ്പണവും നടന്നു. പുത്തിരി നിവേദ്യത്തിന് 4 വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞ കെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പായ്ക്കാട് രാജേന്ദ്രൻ നമ്പൂതിരി പ്രത്യേകം പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു. നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. 11 മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു. 2000-ലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ കെ വിനോദ്, സത്യധർമ്മൻ അടികൾ, കോവിലകം പ്രതിനിധി എന്നിവർ നേതൃത്വം നൽകി.